ഇന്ന് നമുക്ക് എളുപ്പത്തിൽ രുചികരമായ ഒരു തക്കാളി രസം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുകൊന്ന് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇടിക്കല്ലിൽ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, നല്ല ജീരകം കേട്ടോ, ഇത്രയും ചേരുവകൾ ചേർത്തിട്ട് നമ്മൾ ഇടിക്കല്ലിൽ നന്നായിട്ട് ഒന്ന് ഇടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് മൂപ്പിച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും 2 പച്ചമുളകും കീറിയിട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് അതൊന്ന് മൂത്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ള് ഉലുവാപ്പൊടി, ഒരു ലേശം കായത്തിൻ്റെ പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ആ പച്ചമണം പോകുന്ന വരേക്ക് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അതൊന്ന് മൂത്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു പഴുത്ത 3 തക്കാളിയാണ് കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. പൊടികളുടെ കൂടെ തക്കാളി ഒന്ന് നമുക്ക് ഒന്ന് ഇതായി കിട്ടണം, അതുവരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ തക്കാളി നമുക്കതൊന്ന് ഇതായി കിട്ടും. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് നമുക്ക് പിഴിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മളിവിടെ ഒരു കപ്പ് തിളപ്പിച്ച ആറിയ വെള്ളം അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിനാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക. ഒരു 10-15 മിനിറ്റോളം നമ്മളത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക കേട്ടോ. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്ര നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ തക്കാളി രസം റെഡിയായി. നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ഓക്കേ.